1935 ജർമ്മൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് 2ാം ലോക മഹായുദ്ധത്തിൽ 16,000 ടൺ ബോംബിട്ടു. അതിന്റെ ഇരട്ടിയാണ് ഗാസയിൽ പെട്ടത്. ഈ വൈറ്റ് ഫോർട്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിമാരകാണ്. ഇത് ഭൂമിയിൽ കിടക്കുന്നിടത്തോളം, അതായത് വെച്ചാൽ നമ്മൾ ഈ കുരുവോളം ഉണക്കി വെച്ചാൽ മൂക്കുന്നിടത്തോളം വില കൂടൂലേ? ഇതേമാതിരിയാണ് ഇസ്രായേൽ ഇന്ന് നടത്തിയിട്ടുള്ള മുഴുവൻ ബോംബിന്റെയും. പിന്നെ ഇനി വരുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ലേ, അത് സഹിക്കാൻ പറ്റുന്നതിന്റെ 1000 മടങ്ങ് കൂടുതലാണ്. പിന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്താ അറിയോ, ഒരു സ്വല്പം കണ്ണിച്ചോര ഈ പാലസ്തീൻകാരോട് കാണിച്ചു. അവർ ഹിസ്ബുള്ളനെ ഒരു ഭാഗത്തു കൂടി വിടണ്, ഹമാസിനെ ഒരു ഭാഗത്തു കൂടി വിടണ്, കുറെ ആയുധങ്ങൾ അവര് പിന്നെ തുരങ്കങ്ങളിലൂടെ അവർക്ക് കടത്തി കൊടുക്കണ്. ഇതിലിപ്പോ എന്താന്ന് വെച്ചാൽ സാധാരണ ഉള്ള ഒരാൾക്ക് ഇങ്ങനെ ചിന്തിക്കാം. അതായത് ഒരാളും സപ്പോർട്ടിന് ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇറാനെ പോലത്തെ ആളുകൾ ഒന്നുമില്ലെങ്കിൽ ഇപ്പോ ഞങ്ങളുടെ കയ്യിൽ ആനണ്ട് തോട്ടിണ്ടെന്ന് പറയാനെങ്കിലും കുറച്ച് കൂട്ടാളുകളില്ലേ? ഇപ്പോ അമേരിക്ക പരസ്യമായിട്ട് പറഞ്ഞ കാര്യം, ഇറാനെ നിങ്ങൾ ആക്രമിക്കുകയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇസ്രായേലിന് ഒരിക്കലും അതിന്റെ സപ്പോർട്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ല. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള അതിശക്തമായ യുദ്ധം നടക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോവുമോ പോവില്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോഴൊക്കെ ഇസ്രായേൽ അവരുടെ ഇനി ഒരു ഓപ്പൺ വാർ വേണോ വേണ്ടേ എന്നുള്ളതിൽ ഭയങ്കര ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ്റെ നേതാവായിട്ടുള്ള ഇബ്രാഹിം റൈസി പറഞ്ഞിട്ടുള്ളത് അവർക്ക് ഒരൊറ്റ തീരുമാനമേ ഉള്ളൂ. അവരെ ഈ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന സയനിസ്റ്റ് ശക്തികളെ അവരോട് എതിർക്കാൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഏത് നിമിഷവും പശ്ചിമേഷ്യയിൽ ഒരു വലിയ അറ്റാക്കിംഗ് ഉണ്ടാവും. അവരോട് ആര് എതിർക്കുന്നതോ അവരെ അറ്റാക്ക് ചെയ്യും എന്ന് ഓപ്പണായിട്ട് പറഞ്ഞുകൊണ്ട് ആണ് തീരുമാനത്തിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ഇതിലാണ് എല്ലാവരും നിൽക്കുന്നത്. പക്ഷേ അതിനിടയ്ക്ക് നമ്മളെ ഇന്ത്യയിലുള്ള ഒരു 17ഓളം ആൾ, അതേപോലെ 1-2 മലയാളികളും ഉണ്ട്. അപ്പോൾ ഇറാൻ്റെ പോർട്ടിൽ ആ ഷിപ്പ് എത്തിപ്പെട്ടപ്പോൾ ആ ഷിപ്പ് അവിടുന്ന് ആ ഷിപ്പ് പിടിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാനും അതേപോലെ ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അത്ര നല്ലൊരു ബന്ധമായതുകൊണ്ട് തന്നെ അതൊരു വലിയ വിഷയമല്ല. ഇറാൻ്റെ ആർമി തന്നെ ഇന്ത്യൻ ആർമിയെയും ഇന്ത്യൻ നയതന്ത്ര ബന്ധത്തെയൊക്കെ ഇതിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, അവർ സുരക്ഷിതരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര അതിൻ്റെ ഒരു ആശങ്കയിലാണ് കുറേ ആളുകൾ നിൽക്കുന്നത്, എന്തായിരിക്കും എന്നുള്ളതൊക്കെ. അപ്പോൾ ഒരിക്കലും ഒന്നും ആശങ്കപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകളും അതിൻ്റെ പലതും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കൊന്നും പോകാം. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലുള്ളവർ സുരക്ഷിതരെന്ന കപ്പലിലുള്ള മലയാളി യുവതി ആൻറ്റസിയുമായി ഫോണിൽ സംസാരിച്ചതായി ആൻറ്റസയുടെ പിതാവ് ബിജു ഇബ്രഹാം. ഫോൺ പിടിച്ചെടുത്തതൊഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളില്ല, താൻ സുരക്ഷിതയെന്ന് ആൻറ്റസ കുടുംബത്തെ അറിയിച്ചതായും ബിജു ഇബ്രഹാം പറഞ്ഞു. ആശ്വാസം വരുന്ന രീതിയിൽ എൻ്റെ മോളിപ്പോൾ കപ്പലിൽ നിന്ന് വാട്സപ്പ് കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള എല്ലാവർക്കും വീട്ടിലേക്ക് വിളിക്കാനായിട്ട് അവർ പിടിച്ചു വെച്ചിരിക്കുന്ന ഫോൺ അവർ റിലീസ് ചെയ്തു. 1 മണിക്കൂറിൽ ഫോൺ തിരിച്ചു കൊടുക്കണമെന്നും പറഞ്ഞാണ് എല്ലാവർക്കും ഫോൺ കൊടുത്തത്. അപ്പം ഞാൻ ബാക്കി മലയാളീസുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഏതായാലും മോൾ എന്നെ വിളിച്ചു. പിന്നെ അവൾ പറയുന്ന റീസിന് ഒരാഴ്ചക്കുള്ളിൽ എല്ലാത്തിനും തീരുമാനമാകുമെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. രാഹുൽ സുരേഷുണ്ട് കോഴിക്കോട്. രാഹുൽ, എന്താണ് ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭ്യമാകുന്ന വിവരം? പുറത്തു വരുന്നത് ഈ കപ്പലിലുള്ള 4 മലയാളികളിൽ 2 പേര് ഇതിനോടകം തന്നെ കുടുംബത്തെ ബന്ധപ്പെട്ട് കഴിഞ്ഞു. തൃശൂർ സ്വദേശിയായ ആൻറ്റസയും കോഴിക്കോട് സ്വദേശിയായ ശ്യാംനാഥുമാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് കുടുംബവുമായി സംസാരിച്ചത്. ഇതിൽ തൃശൂർ സ്വദേശിയായ ആൻറ്റസയുടെ പിതാവിനോടാണ് നമ്മൾ സംസാരിച്ചത്. ആൻറ്റസയുടെ പിതാവിന്റെ ശബ്ദ സന്ദേശമാണ് നമ്മൾ കേട്ടത്. ആൻറ്റസ പറയുന്നതനുസരിച്ച് ആൻറ്റസ ഉൾപ്പെടെയുള്ള മുഴുവൻ ജീവനക്കാരും കപ്പലിൽ സുരക്ഷിതരാണ്. ഈ ഫോൺ 1 മണിക്കൂർ നേരത്തേക്കാണ് ഉപയോഗിക്കാനായി കൊടുത്തിട്ടുള്ളത്. ഭക്ഷണം ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും കപ്പലിൽ ലഭിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ ഇറാൻ സർക്കാർ ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതൊഴിച്ചാൽ മറ്റു പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് ആൻറ്റസ കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത്. ഒരാഴ്ച കൊണ്ട് തന്നെ ഈ കപ്പലിലുള്ള മുഴുവൻ ആളുകളുടെയും മോചനം സാധ്യമാകുമെന്ന പ്രതീക്ഷയും ആൻറ്റസ കുടുംബവുമായി പങ്കുവച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഈ നിമിഷത്തിൽ, അതായത് കപ്പൽ പിടിച്ചെടുത്ത് 2ാം ദിവസമാകുമ്പോൾ ആശ്വാസ വാർത്തയാണ് പുറത്തു വരുന്നത്. ഏതായാലും ഒരു വലിയ ആശ്വാസം തന്നെയാണ് അത്. കാരണം ഇറാനും ഇന്ത്യയും തമ്മിലുള്ള, അതേപോലെ ഇന്ത്യയും ഇസ്രായേലൊക്കെ തമ്മിൽ നല്ലൊരു നയതന്ത്ര ബന്ധമായതുകൊണ്ട് തന്നെ
അവരൊക്കെ സുരക്ഷിതരായിട്ട് തന്നെ അവിടെ നിൽക്കും. പിന്നെ മാത്രമല്ല ഈ ഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഷിപ്പിന് അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊന്നും ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് ആ ഷിപ്പ് പിടിച്ചെടുത്തിട്ടുള്ളതെന്നാണ് ഇറാന് കൊടുത്ത റിപ്പോർട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രത്യേക സമയത്ത് അതുവഴി കടന്നു പോകുന്ന ഷിപ്പുകളും അത്തരത്തിലുള്ള പല അറ്റാക്കുകളും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇറാൻ വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെയാണ് അവരെ തുറമുഖത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിലൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഇറാനുമായിട്ടുള്ള ഈ ഒരു അറ്റാക്ക് ശരിക്കും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അതായത് ഈ ഇറാനും ഇസ്രായേലും നിലവിൽ ബന്ധശത്രുക്കളാണ്. അതായത് ഈ ഇസ്രായേൽ 1968 ഇസ്രായേലിന് സ്വാതന്ത്ര്യം കിട്ടുന്നത്, അല്ലെങ്കിൽ ഇസ്രായേൽ രൂപീകരിക്കുന്നത്. അപ്പോ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ചെയ്തിട്ടുള്ളത് മറ്റൊരു രാജ്യത്തേക്ക് വന്നിട്ട് ആ രാജ്യത്ത് അഭയാർത്ഥികളായിട്ട് നിൽക്കുമ്പോൾ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം അവരുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഭൂമി കൊടുത്ത് അവർക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യം കൊടുക്കുകയാണ്. പിന്നീട് ഇവർ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ 2-3 വർഷങ്ങൾക്കുള്ളിൽ ഇവർക്ക് കൊടുത്തതിന്റെ എത്രയോ ഇരട്ടി മറ്റുള്ള ഒരു രാജ്യത്തിന്റെ അവർക്ക് കൊടുത്ത രാജ്യത്ത് നിന്ന് അവർ പിടിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതായത് എങ്ങനെ മനസ്സിലായോ? അപ്പോ അത് സ്വാഭാവികമായിട്ടും മറ്റുള്ള കുറെ രാജ്യങ്ങൾ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി. ആ രാജ്യങ്ങളൊക്കെ ബലേറ്റ് പിന്നെ സിറിയ, ജോർദാൻ, സൗദി അറേബ്യ, ഈജിപ്ത് 6 രാജ്യങ്ങൾ 1970 കാലഘട്ടങ്ങളിൽ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഈ യുദ്ധം ഒരു 3-4 ദിവസങ്ങൾ കഴിഞ്ഞേക്കാൻ ഇസ്രായേൽ യുദ്ധതന്ത്രം ഒറ്റയടിക്ക് മാറ്റി. ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ ഇവരെ തകർത്ത് തരിപ്പണാക്കി 6 മുസ്ലിം രാജ്യങ്ങളിൽ. ഇതോടുകൂടി ഇവർക്ക് വേൾഡില്, അതായത് ആരടിച്ചാലും അവരെ തിരിച്ചടിക്കും, അല്ലെങ്കിൽ അവർക്കാരും വലിപ്പം ഏറൂല എന്നുള്ളൊരു മെസ്സേജ് ആ ഒരു യുദ്ധത്തിലൂടെ ലോകത്തിന് കിട്ടി. ലോകത്തിന് അല്ലെങ്കിൽ ഇവർ കൊടുത്തു. പ്രത്യേകിച്ചും അവരെ സഖ്യകക്ഷികൾ എന്ന് പറയുന്നത് അമേരിക്കയാണ്. 1932 മുതൽ 1945 വരെ ജർമ്മനിയിൽ 63 ലക്ഷം കോൺസെൻട്രേഷൻ ക്യാമ്പ് കിടന്ന് മരിച്ച ജൂതന്മാരുടെ പല സ്ഥലങ്ങളിലേക്ക് കുടിയേറിപ്പോയ ആളുകളാണ് പിന്നീട് ഇസ്രായേലിൽ വന്നിട്ട് ഒരുമിക്കുന്നത്, അല്ലേ? അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യവും അതിന്റെ അടുത്ത് കിടക്കുന്ന മറ്റുള്ള മുസ്ലിം രാജ്യങ്ങളുടെ ശക്തിയും ഗൗരവവും കരുത്തും ഒക്കെ ഇവരാ യുദ്ധത്തിലൂടെ മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കിയതോട് കൂടിയിട്ട് ഇവരെ ഈ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിനെ ഇവര് അതിക്രമിച്ച് ലോകത്തിന്റെ പല ഭാഗത്ത് എവിടെങ്കിലും കിടക്കുന്ന ജൂതന്മാരെ വരെ ഇവിടെ പിടിച്ചു കൊടുത്തിട്ട് തെറ്റാക്കുന്ന ഒരു അവസ്ഥ എന്ത് ചെയ്തു? ഇസ്രായേൽ ഉണ്ടാക്കി. അത് പാലസ്തീനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ടൊരു പട്ടാളമില്ലാത്ത, സ്വന്തമായിട്ടൊരു ഭരണമില്ലാത്ത, സ്വന്തമായിട്ടൊരു ഭരണഘടന ഇല്ലാത്ത, അതായത് ചിന്നിച്ചിതറി കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യരെന്നവര് അവരെ നിരന്തരം ആക്രമിച്ചുകൊണ്ട് അവർക്ക് തൊഴിൽ കൊടുത്തിട്ട് അവരെ തൊടുവിൽ വന്നിട്ട് ഇവര് മുതലാളിയാവുകയാണ്. അങ്ങനെ ഇത് കാണുമ്പോൾ ഈ ഒരുപാട് മുസ്ലിം രാജ്യങ്ങൾ പൊതുവെ ഇതിൽ നിന്നൊക്കെ വിട്ടു നിന്നു. കാരണം വെച്ചാൽ എന്തിനാ ഇപ്പൊ നമ്മളായിട്ടൊരു പ്രശ്നത്തിൽ പോകണം, നമ്മളെ രാജ്യത്ത് ഇവർ ആക്രമിക്കണില്ലല്ലോ എന്നുള്ളത്. അങ്ങനെയാണ് അവസാനം ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഈ ഒരു അക്രമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യം അവരുടെ പോരാളികളായിട്ടുള്ള ഹിസ്ബുള്ള, അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള പോരാളികളായിട്ടുള്ള ഹമാസ്, അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരുപാട് മുസ്ലിം ബ്രദർഹുഡ്, ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഈ ഇസ്രായേലിനെ അടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പം അതിന് ചുരുക്കി പറഞ്ഞാല് ഇത്രയും ഒരു ഫലസ്തീനും ഗസയിൽ അനുഭവിക്കുന്ന ഈ ഒരു ഇതിന് ഇത്രയും, എനിക്ക് തോന്നുന്നു ആ പെരുന്നാളിന്റെ ദിവസം പോലും ഗസയിൽ ബോംബിട്ടിട്ടുണ്ട് ഇസ്രായേല്. അതായത് 1932 മുതൽ 1942 വരെ ജർമ്മനി എന്ന് പറയുന്ന ഒരു അലോക്കിന്റെ രാജ്യത്തിട്ട ബോംബിന്റെ കണക്ക് എത്രയെന്നറിയോ? 16,000 ടണ്ണ് ബോംബാണ് അന്ന് ആ രാജ്യത്ത് ആകട്ടത് 2ാം ലോക മഹായുദ്ധകാലത്ത്. അന്ന് അത്രയും വലിയൊരു രാജ്യത്തിട്ട ബോംബിന്റെ 2 ഇരട്ടിപ്പ് ഗ്യാസിൽ ഇട്ട് കഴിഞ്ഞു. അപ്പൊ ഇനി അവിടെ ജനിക്കുന്ന ആളുകൾ, അവിടെ ജീവിക്കുന്ന ആളുകൾ, അവിടെ ഉണ്ടാവുന്ന ആളുകളുടെ ബ്ലഡിന്റെ പ്രശ്നങ്ങൾ, അംഗവൈകല്യങ്ങൾ, അതൊരു വലിയ പ്രശ്നമാണ്. ഇനി ഇപ്പോഴൊക്കെ നമ്മൾ ഇസ്രായേൽ പരാജയപ്പെട്ടു, ഹമാസിന്റെ ആളുകൾ ഇപ്പോഴവിടെ ബാക്കിയിരിക്കുന്നുണ്ട്, ഹമാസുകാർ ഇവരെ കൊല്ലുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇനി ഗാസ എന്ന് പറയണ, അല്ലെങ്കിൽ ഇനി പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത്, അതായത് ഇനി ജീവിക്കുന്ന ആളുകൾ
ഒരു ശവപ്പറമ്പാണ് അർത്ഥം. ശവപ്പറമ്പിനും അങ്ങേപ്പുറത്ത് ജനിച്ചു വരുന്ന മക്കളുടെ അവസ്ഥ, അവിടെ ഉണ്ടാവുന്ന കുട്ടികളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും അവിടെ ജീവിക്കുന്ന ആളുകളുടെ. അതായത് ലോകത്ത് വൈറ്റ് ഫോസ്ഫറസ് ബോംബ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച കാര്യമാണ്. അവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കുന്നത് വൈറ്റ് ഫോസ്ഫറസ് ബോംബുകളാണ്. അപ്പൊ ഒരു 36,000 ടണ്ണ് ബോംബ് നമ്മുടെ വളാഞ്ചേരിന്ന് ചങ്ങരംകുളത്തേക്കുള്ള നീളും നമ്മളെ വളാഞ്ചേരിന്ന് തിരൂർക്കുള്ള വീതിയുള്ള ഈ കുറഞ്ഞ സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞിട്ട് ഇനി അവിടെ ജീവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ അതായത് ഒരു മനുഷ്യന്റെ ചിന്ത എത്രത്തോളം കടന്നു ചെല്ലും അതിന്റെ 100 ഇരട്ടി ചിന്തിച്ചാലും നമുക്കതിന് ഉത്തരം കിട്ടൂല. അപ്പൊ ഇസ്രായേൽ ഇപ്പൊ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ 10 പട്ടാളക്കാർ മരണപ്പെട്ടാലും വരുന്ന ഭാവി കാലങ്ങളിൽ ഇസ്രായേലിനെതിരെ ആ ഭാഗത്തുനിന്ന് ഒരു ചെറു വിരൽ അനക്കാൻ പറ്റാത്ത രൂപത്തിൽ അവരെന്ത് ചെയ്തു, അവരെ മണ്ണിന് തകിടം മറിച്ചു. അതിൽ ഒരുപാട് ബോംബിട്ടിട്ട് മലിനീകരണമാക്കി. അവിടെ ജനിക്കുന്ന കുട്ടികൾ ഒന്നിക്കലും മന്ദബുദ്ധി, അകല്ലെങ്കിൽ അംഗവൈകല്യമുള്ള ആളുകള്. ഇറാൻ ഒരു ദരിദ്ര രാജ്യമാണെന്നുള്ളത് ആദ്യം നമ്മൾ സമ്മതിക്കുക. നമ്മളെ അയൽവാസിനോട് തിരക്കൂടാൻ പോകപ്പോഴാണ് നമ്മൾ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെട്ടു, നമ്മൾ എല്ലാം നിലക്കും വിജയിച്ച് നിൽക്കുമ്പോഴാണ് അയൽവാസിനോട് തിരക്കൂടാൻ നമ്മൾ പോകുള്ളൂ. ഇറാൻ ആ രാജ്യത്തുള്ള ആളുകൾക്ക് 3 നേരം മാന്യമായിട്ട് ഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത ഒരു ദരിദ്ര രാജ്യമാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഇറാന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ട് ഇല്ല എന്നുള്ളതൊക്കെ വളരെ പരിമിതമായ സംഗതി ഇറാന്റെ കയ്യിലുള്ളൂ. ഇറാൻ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി, അമേരിക്കനോട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയാ എന്നുള്ളതല്ലാതെ ഇവരെന്താണ് ശക്തമായിട്ടുള്ള അക്രമം നടത്തിയിട്ടുള്ളത്? പിന്നെ ഇസ്രായേൽ എന്ന് പറയുന്നത് ആധുനിക സംവിധാനങ്ങളുടെ 10 കൊല്ലം ഇനി വരുന്ന 10 കൊല്ലം വേറെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുന്ന രൂപത്തിലുള്ള ആയുധം പോലും നിലവിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലേ? നമ്മളെ ഒട്ടകന്മാർക്ക് തീപ്പെട്ടിന്റെ തലപ്പത്തുണ്ടാകുന്ന മരുന്ന് ഒരു കടലാസിൽ കൊട്ടിയിട്ട് ഒരു കല്ലേറ്റ് കുത്തി പൊട്ടിച്ചിക്കാണ്ട് അതിന്റെ മൂട്ടിൽ നമ്മൾ തീ കൊടുത്താൽ അത് ഒരു 2 അടി ദൂരത്തേക്കാട് പാറി മുഗ്ഗൂലേ? ഈ സാഹചര്യത്തിലുള്ള നിർമ്മാണ വസ്തുക്കളാണ് ഇവരൊക്കെ കയ്യിലുള്ളത്. അപ്പോ പിന്നെ ഇതൊക്കെ എന്തെങ്കിലും പറയാ, ഇതിനൊക്കെ ഉള്ള മാറ്റങ്ങൾ എന്താ അറിയോ മനസ്സിലാക്കേണ്ടത്? ലോകത്ത് ഒരാൾക്കും യുദ്ധത്തിന് താല്പര്യമില്ല, ഒരു രാജ്യത്തിനും യുദ്ധത്തിന് താല്പര്യമില്ല, ഒരാളുകളും യുദ്ധം ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോ നമ്മളൊക്കെ ഇപ്പൊ ചില കാര്യങ്ങൾ പറയുമ്പോൾ പറയില്ല, ലോകം വളരെ വലുതാണ്, 800 ചില്ലാനം കോടി ആൾക്കാരുണ്ട്, എല്ലാവരും ഇടപെടൂല എന്നൊക്കെ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്റെ പ്രശ്നം എനിക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത്രയും ആളുകളെ ഈ രൂപത്തിൽ കൊല അവർ ചെയ്തിട്ട് ആരാണ് മുന്നിക്കിറങ്ങിയത്? അല്ല, ഇത് ഈ കടന്നു പോണ വർത്തമാന കാലത്തിൽ അവിടെ നടക്കുന്ന ഈ സംഗതികളില്ലേ, അതിന് ബുദ്ധിയുള്ള ആളുകൾക്ക്, വിവേകമുള്ള ആളുകൾക്ക്, ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് സംഗതി മനസ്സിലാക്കി എടുക്കാണ്ട്. ഇപ്പത്തെ ഈ സോഷ്യൽ മീഡിയ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പത്തെ വാർത്താ മാധ്യമങ്ങൾ നമ്മൾ കാണുമ്പോൾ ഇസ്രായേൽ പരാജയപ്പെട്ടതായിട്ട് കാണും, ഹമാസിന്റെ പോരാളികൾ ബാക്കിയുള്ളതായിട്ട് കാണും, അവരിപ്പോഴും ഇസ്രായേലിന്റെ പട്ടാളക്കാരെ കൊല്ലുന്നതായിട്ട് നമ്മൾ കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഞാനിവിടെ നേരത്തെ പറഞ്ഞില്ല, 1935 ജർമ്മൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് 2ാം ലോക മഹായുദ്ധത്തിൽ 16,000 ടണ്ണ് ബോംബിട്ടു. അതിന്റെ ഇരട്ടിയാണ് ഗാസയിൽ പെട്ടത്. ഈ വൈറ്റ് ഫോസ്ഫറസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിമാരകാണ്. ഇത് ഭൂമിയിൽ കിടക്കുന്നിടത്തോളം, അതായത് വെച്ചാൽ നമ്മൾ ഈ കുരുവോളം ഉണക്കി വെച്ചാൽ മൂക്കുന്നിടത്തോളം വില കൂടൂലേ? ഇതേമാതിരിയാണ് ഇസ്രായേൽ ഇന്ന് നടത്തിയിട്ടുള്ള മുഴുവൻ ബോംബിന്റെയും. പിന്നെ ഇനി വരുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ലേ, അത് സഹിക്കാൻ പറ്റുന്നതിന്റെ 1000 മടങ്ങ് കൂടുതലാണ്. അതാണ് മനസ്സിലാക്കാനുള്ളത്. പിന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്താ അറിയോ, ഒരു സ്വല്പം കണ്ണിച്ചോര ഈ പാലസ്തീൻകാരോട് കാണിച്ചു. അവർ ഹിസ്ബുള്ളനെ ഒരു ഭാഗത്തു കൂടി വിടണ്, ഹമാസിനെ ഒരു ഭാഗത്തു കൂടി വിടണ്, കുറെ ആയുധങ്ങൾ അവര് പിന്നെ തുരങ്കങ്ങളിലൂടെ അവർക്ക് കടത്തി കൊടുക്കണ്. ഇപ്പൊ ഇതിലിപ്പോ എന്താന്ന് വെച്ചാൽ സാധാരണ ഉള്ള ഒരാൾക്ക് ഇങ്ങനെ ചിന്തിക്കാം, അതായത് ഒരാളും സപ്പോർട്ടിന് ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇറാനെ പോലത്തെ ആളുകൾ ഒന്നുമില്ലെങ്കിൽ ഇപ്പോ ഞങ്ങളുടെ കയ്യിൽ ആനണ്ട് തോട്ടിണ്ടെന്ന് പറയാനെങ്കിലും കുറച്ച് കൂട്ടാളുകളില്ലേ? ഇപ്പോ അമേരിക്ക പരസ്യമായിട്ട് പറഞ്ഞ കാര്യം, ഇറാൻ നിങ്ങൾ ആക്രമിക്കുകയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇസ്രായേലിന് ഒരിക്കലും അതിന്റെ സപ്പോർട്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ? ഇത് പരസ്യമായിട്ട് അമേരിക്ക പറയുമ്പോ ഇറാനിലുള്ളവനും അത്ര പോത്തന്മാരൊന്നും അല്ലല്ലോ. പക്ഷെ ഇത് കേൾക്കണം നമ്മൾ പോത്തന്മാരെ, നമ്മൾ കണക്കൂട്ടഞ്ഞ് ഇസ്രായേൽ ആകെ തരിപ്പണാവും, ഇസ്രായേലിന്റെ ഒപ്പം അമേരിക്ക ഇല്ല എന്നൊക്കെ നമ്മൾ കണക്കൂട്ടുക. പക്ഷെ അതിന്റെ ബാക്കിൽ എന്താ വെച്ചിട്ടും കാരണം അതിന് കൊടുക്കാനുള്ള സപ്പോർട്ടും ആയുധങ്ങളൊക്കെ അതിന് മുന്നേ തന്നെ അവിടെ എത്തിക്കഴിഞ്ഞു. അത് സയനിസ്റ്റ് ഭീകരന്മാർ ഒരു കൂട്ടായ്മയാണ് ലോകത്ത്. അതിന്റെ ഒരു അനന്തര ഫലം അനുഭവിക്കാനുള്ള ഇരകളാണ് ഞാനും നീയും നാളെ. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. 1935 63 ലക്ഷം ജൂതന്മാരെ കൊന്നൊടുക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞത് അന്ധകാലത്ത് ആളുകൾക്ക് വിവരം ഉണ്ടായിരുന്നില്ല, ബുദ്ധി ഉണ്ടായിരുന്നില്ല, വിവരം ഒന്നുമില്ലാത്തൊരു കാലത്തല്ല. ഇന്നത്തെ കാലത്ത് അതൊന്നും സിമ്പിളാണ്. ഒരിക്കലും ഒരാളെ കൊല്ലൽ നടക്കൂല, ഒരു രാജ്യത്ത് നിന്ന് കോൺസെൻട്രേഷൻ ക്യാമ്പ് മാറ്റൽ നടക്കൂല, ആളുകളെ മതം കൊണ്ട് വേർതിരിക്കൽ നടക്കൂല എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഈ പറയുന്ന സമയത്തും ആളുകൾ പച്ചച്ചാണകം തിന്നുന്നുണ്ട് ഇപ്പോഴും ഈ ഗാസയിലൊക്കെ ഉള്ള ആളുകൾ. ഇതും ഈ ലോകത്ത് നടക്കണാണ്.
അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താ അറിയോ? അതായത് അത് വലിയൊരു മനുഷ്യന്റെ ചിന്ത എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിന്റെ 1000 മടങ്ങ് അങ്ങേപ്പുറത്ത് വിഷമുള്ള ഒരു വസ്തുവാണ്. അത് ഒരാൾ പ്രാവർത്തികമാക്കാൻ അയാളുടെ കയ്യിലുള്ള ആയുധം, അയാളുടെ കയ്യിലുള്ള അധികാരം ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയാൽ അതിന്റെ മുന്നിൽ മറ്റൊന്നിനും നിലനിൽപ്പില്ലാതാവും. ലോകത്തിന്റെ തുടക്കം മുതൽ ഈ തല വരും അങ്ങനെയല്ലേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ലോകത്തിന്റെ ഒരു ഹിസ്റ്ററി എന്താ അറിയോ? ലോകത്തൊരിക്കലും മനസ്സമാധാനം ടോട്ടലി പ്രതീക്ഷിക്കണ്ട. ഒരു ഭാഗം റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗം ക്ലിയർ ആവും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടേ, ഇപ്പൊ നമ്മളൊക്കെ അളിയൻ വന്ന കോയിൻ ഇറക്കും, അല്ലെങ്കിൽ പെങ്ങൾ വന്ന ഒരു ഏജ് കുറച്ച് കൊണ്ടും, അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത കുടുംബക്കാരെന്ന അത്യാവശ്യം അങ്ങാടി പോയിട്ട് മീൻ കൊണ്ടും ഇല്ല. നമ്മളൊരു സന്തോഷമാണ്. ഇപ്പൊ അളിയൻ വരുമ്പോ കോയിൻ ഇറത്ത് ചോറ് കൊടുക്കാറുന്ന നമുക്കൊരു സന്തോഷമല്ലേ? നമ്മൾ ഈ സന്തോഷത്തിന് വേണ്ടി ഒരു കോയിൻ നമ്മളവിടെ കൊന്നില്ല. അപ്പൊ ഭൂമിയിലുള്ള ഏത് സംഗതിയും ഇത്രേ ഉള്ളൂ. ആർക്ക് സന്തോഷം കിട്ടണമെങ്കിലും ഒരാൾക്ക് ദുഃഖം ഉണ്ടാവണം. എല്ലാവർക്കും സന്തോഷം ഭൂമിയിൽ അസാധ്യമാണെന്നുള്ളത് ഞാനാ പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കിയെടുക്കാം അല്ലേ? നമ്മളുടെ മാതിരിയുള്ള വിവേകവും വകതിരിവും ഇല്ലാത്ത ജീവജാലങ്ങൾക്ക് മുഴുവൻ കൂടും കുടുംബം കുട്ടികളും ഇല്ലേ? രക്തബന്ധങ്ങളില്ലേ? ഈ രക്തബന്ധങ്ങളുടെ ജീവിതകാലത്തിൽ ഇപ്പൊ ചെറിയ ഒരു നമ്മളൊരു പജ്ജന അർത്ഥ പജ്ജൻ 2 ദിവസം പ്രായമായ ഒരു കുട്ടിയുണ്ട്. അതിനെ സംബന്ധിച്ചോളം അതിനെ തള്ളല്ലാതായുള്ള അതിന്റെ പ്രശ്നം എത്രയും കാരം. അപ്പോ ഈ ഇതിൽ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഭൂമിയിൽ ടോട്ടലി സമാധാനം ഭൂമിയിൽ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കണ്ട. ഭൂമിയിലെ സമാധാനം മറ്റൊരു ഒന്നിന്റെ വളരെ വല്ലാത്ത വേദന നമുക്കൊരു ചെറിയ കുട്ടികളെ കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗസ ഒരു ശവപ്പറമ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറമായിട്ടുണ്ട്. ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഗസയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇവർ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഹിസ്ബുള്ള ആണല്ലോ, ഹിസ്ബുള്ളയെ വെച്ചിട്ടും അത്തരത്തിൽ ഹൂത്തികളെ വെച്ചിട്ട് യമനിലും ഒക്കെ ആയിട്ട് ഇസ്രായേലിനെ പല വിധത്തിലും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ ഒരു അവസ്ഥയിലാണ് കൊണ്ടെത്തിച്ചിട്ടുള്ളത് ഈ ഗസയുടെ അവസ്ഥ. അതുകൊണ്ട് തന്നെ അതിനെ നേരിടുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെയാണ് യഥാർത്ഥത്തിൽ ഇറാനിൻ്റെ കൺമുന്നിൽ കാണുന്നത്. ബാക്കി വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുന്നെന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല.